അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽ 46 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ദുർലഭസ്തദ്വിനിർമുക്താ പുരുഷ പരമാർത്ഥവിൽ യോ ബിഭേതിഹ സംസാരേ സദാരാന്ന കരോത്യപി വിമുക്ത സർവസംഗേഭ്യോ വിചരത്യവിശങ്കിത തസ്മാൽ ബൃഹസ്പതേർഭാര്യ ശശിനാലംഭിതാ പുനാ ഗുരുണാലംഭിതാ ഭാര്യ തഥാ ഭ്രാതുർവയ്യവീയസാ ഏവം സംസാരചക്രേസ്മിൻ രാഗലോഭാദിഭിർവൃത ഗാർഹസ്ഥ്യം ച സമാസ്ഥായ കഥം മുക്തോ ഭവേന്നര തസ്മാൽ സർവപ്രയത്നേന ഹിത്വാ സംസാരസാരതാം ആരാധയേൻ മഹേശാനീം സച്ചിദാനന്ദരൂപിണീം തന്മായാഗുണതച്ഛന്നം ജഗദേതച്ചരാചരം ഭ്രമത്യുന്മത്തവൽ സർവം മതിരാന്മത്തവൻ നൃപ തസ്യാ ആരാധനേനൈവ ഗുണാൻ സർവാൻ വിമൃദ്യ ച മുക്തിം ഭജേത മതിമാൻ നാന്യ പന്ഥാസ്തിതപര ആരാധിതാ മഹേശാനി നയാവൽ കുരുതേ കൃപാം താവൽ ഭവേൽ സുഖം കസ്മാൽ കോന്യോസ്തി ദയയായുത കരുണാസാഗരാമേതാം ഭജേ തസ്മാദമായയാ യസ്യാസ്തു ഭജനേനൈവ ജീവൻ മുക്തത്വമശ്നുതേ മാനുഷ്യം ദുർലഭം പ്രാപ്യ സേവിത നമഹേശ്വരി നിശ്രേണീകാഗ്രാൽ പതിത അഥ ഇത്യേവ വിദ്മഹേ
അഹങ്കാരാവൃതം വിശ്വം ഗുണത്രയസമന്വിതം അസത്യേനാപി സംബദ്ധം മുച്യത്തെ കഥമന്യഥാ ഹിത്വാ സർവം തതഃ സർവൈ സംസേവ്യാ ഭുവനേശ്വരി. രാജോവാച കിം കൃതം ഗുരുണാ തത്ര കാവ്യരൂപധരേണ ച യദാ കദാ ശുക്ര സമായാതസ്തന്മേ ബ്രൂഹി പിതാമഹ. വ്യാസ ഉവാച ശൃണുരാജൻ പ്രവക്ഷ്യാമി യൽകൃതം ഗുരുണാ തദാ കൃത്വാ കാവ്യസ്വരൂപം ച പ്രച്ഛന്നേന മഹാത്മനാ. ഗുരുണാ ബോധിതാ ദൈത്യ മത്വാ കാവ്യം സ്വകം ഗുരും വിശ്വാസം പരമം കൃത്വാ ബഭൂവുസ്തന്മയാസ്തദാ. വിദ്യാർത്ഥം ശരണം പ്രാപ്ത ഭൃഗും മത്വാതിമോഹിത ഗുരുണാ വിപ്രലബ്ധാസ്തേ ലോഭാൽ കോവാന മുഹ്യതി. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായം 32-ാമത്തെ ശ്ലോകം മുതൽ 46 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു. ഇനി ഭാഷാഗാനമായി പാടി ആ ചരണപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവയിൽ നിന്നു മുക്തനായി പരമാർത്ഥമറിയുന്നോൻ ദുർലഭം സംസാരഭീതൻ ഗൃഹസ്ഥനല്ല. അവൻ സംസാരമുക്തനായി ഭയമില്ലാതെ ചരിപ്പു. അതിനാലെ ചന്ദ്രൻ ഗുരു ഭക്തിയെ നേടി. ഗുരു തന്റെ സോദരന്റെ ഭാര്യയെയും പ്രാപിച്ചല്ലോ. സംസാരത്തിൽ കാമലോഭത്തിനു വിധേയൻ. ഗൃഹസ്ഥനെങ്ങിനെ മുക്തനായി തീരും. സംസാരത്തെ ഉപേക്ഷിച്ചു സാരമായി കരുതിടാതെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സച്ചിദാനന്ദരൂപിണി, സച്ചിദാനന്ദരൂപിണി ദേവിയെ ഉപാസിക്കണം. ദേവിയുടെ മായാഗുണം പ്രപഞ്ചമെല്ലാം ചരാചരം മധ്യത്തിനാൽ എന്ന പോലെ മത്തനായി കറങ്ങുന്നു. ദേവി ഭക്തി ഗുണങ്ങളെയും ജയിച്ചു മുക്തി നേടണം. മറ്റൊരു മാർഗവുമില്ല. പൂജിച്ചിട്ടും ദേവി കൃപ കാണിച്ചില്ലെങ്കിൽ വേറെ ആരെ ഭജിക്കുകിൽ കൃപ കിട്ടുമതിനാലേ ദേവിയെ തന്നിഷ്കളങ്കമായി ഭജിക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവിയെ സേവിച്ചാൽ
ജീവൻ മുക്തനാകാം ദുർലഭമാം നരജന്മം നേടിയിട്ടും പൂജ ചെയ്തില്ലേ. കോടിക്കു മുകളിൽ നിന്നും വീണവൻ തന്നെയാണല്ലോ അഹങ്കാരപൂരിത ജഗത്തോ ത്രിഗുണം. അസത്യവുമായി ബന്ധപ്പെട്ടതുമാണല്ലോ അതിനാൽ അമ്മയെ താൻ നിരന്തരം സേവിച്ചിടേണം. രാജാവ് പറഞ്ഞു, കാവ്യരൂപം സ്വീകരിച്ച മുനി പിന്നെ എന്തു ചെയ്തു? കാവ്യനെ പോൽ ദൈത്യരുടെ സമീപമെത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, കേൾക്കുക ഗുരുവെന്താണു ചെയ്തതെന്ന്. കാവ്യൻ തന്റെ രൂപത്തെ സ്വീകരിച്ചിട്ട് മഹാത്മാവായ ഗുരുദൈത്യരെ ഉണർത്തി അവരെല്ലാം പൂർണ്ണമായും തങ്ങളുടെ ഗുരുവെന്നു ഉറപ്പിച്ചല്ലോ. ഭൃഗുവെന്നു കരുതിനാൻ മന്ത്രത്തിനായി ഓടിയെത്തി ഗുരുവരെ വഞ്ചിച്ചു ലോഭം കാരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 370 ദിവസം. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽ 46 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് വിചാരം ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം ശ്ലോക പാരായണവും പിന്നീട് ഭാഷാഗാന ആലാപനത്തിലൂടെയും അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചത്. ഇനി അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുകയാണ്. പറയുകയാണ്, ദുർലഭസ്തദ് വിനിർമുക്ത പുരുഷ പരമാർത്ഥവിൽ. അപ്പൊ ഇതിന്ന് ഒക്കെ കാമക്രോധാദികൾ നിറഞ്ഞ സംസാരത്തിൽ നിന്ന് മുക്തനായി നിർമുക്ത വിനിർമുക്ത പുരുഷ പരമാർത്ഥവിൽ, ആ പരമാർത്ഥമായ തത്വത്തെ മനസ്സിലാക്കിയ ആളുകൾ വളരെ ദുർലഭമാണ്. യോ ബിഭേദീഹ സംസാരേ സദാരാന്ന കരോത്യപി. സംസാരത്തെ ഭയപ്പെടുന്നവൻ ഗൃഹസ്ഥനാവുന്നതും ഇല്ല എന്ന് പറഞ്ഞു.
വിമുക്ത സർവസംഗേഭ്യോ വിചരത്യവിശങ്കിത തസ്മാൽ ബൃഹസ്പതിർ ഭാര്യ ശശിനാലംഭിത പുന. അവൻ സർവഗുണങ്ങളിൽ നിന്നും മുക്തനായി നിർഭയനായി സഞ്ചരിക്കുന്നു. എന്നാൽ ഗൃഹസ്ഥാശ്രമികളുടെ കഥയോ? മുക്തന്മാരുടെ കഥയാണെങ്കിലെങ്കിൽ ഗൃഹസ്ഥാശ്രമികളുടെ കഥ, അവർ ഗുണങ്ങൾക്ക് അധീനരാണ്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? ഒരു ഉദാഹരണം പറയുകയാണ്. ചന്ദ്രൻ ബൃഹസ്പതിയുടെ പത്നി താരയെ കൈക്കലാക്കി. ഇതെന്തുകൊണ്ടാണ്? ഈ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ടാണ്, ഗുണങ്ങൾക്ക് അധീനരാണെന്നുള്ളത് കൊണ്ടാണ്. ഗുരുണാലംഭിത ഭാര്യ തഥാഭ്രാതൃയവ്യസ. ഗുരു തൻ്റെ അനുജന്റെ ഭാര്യയെ പ്രാപിക്കാനും അതാണ് കാരണം, അല്ലെങ്കിൽ അതല്ലേ കാരണം. ഏവം സംസാരചക്രേസ്മിൻ രാഗലോഭാദിഭിർവൃത. അങ്ങനെ ഈ സംസാരചക്രത്തിൽ രാഗലോഭങ്ങൾക്ക് വിധേയനായി ഗാർഹസ്ഥ്യം ച സമാസ്ഥായ, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച ഒരാൾ എങ്ങനെയാണ് മുക്തനായി തീരുക? അതുകൊണ്ട് എന്തു വേണം? തസ്മാൽ സർവപ്രയത്നേന ഹിത്വ സംസാരസാരതാം. അപ്പോ ഈ സംസാരത്തെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പ്രയോഗിച്ച് സാരമായി കരുതാതെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ആരാധയേൽ മഹേശാനിം സച്ചിദാനന്ദരൂപിണിം. ആ മഹേശാനി, മഹേശ്വരിയായിരിക്കുന്ന, ഈശാനിയായിരിക്കുന്ന, സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കുന്ന ആ ഭഗവതിയെ, ആ ദേവിയെ ആശ്രയിക്കണം, ആരാധിക്കണം. ആ ദേവിയുടെ മായാഗുണം ചരാചരാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. തന്മായാ ഗുണതച്ഛന്നം ജഗതേതച്ചരാചരം. ചരവും അചരവുമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ മുഴുവൻ ആ ദേവിയുടെ മായാഗുണം വ്യാപിച്ചിരിക്കുന്നു. ഭ്രമത്യുന്മത്തവൽ സർവം മധിരാമത്തവൻ നൃപ തസ്യ ആരാധനേനൈവ ഗുണാൻ സർവാൻ വിമൃദ്യ ച. രാജാവേ, അപ്പൊ ഈ സകല ചരാചരവും മധുരയാൽ മതിച്ചതുപോലെ ഉന്മത്തരായി ചുറ്റിത്തിരിയണു. എന്നാലോ ദേവിയെ ആരാധിച്ചാൽ സർവഗുണങ്ങളെയും ജയിച്ച് മുക്തിം ഭജേത. മതിമാൻ, മതിമാൻ ബുദ്ധിയുള്ള ആളുകള് ഈ സകല ഗുണങ്ങളെയും ജയിച്ച് മുക്തിയെ പ്രാപിക്കണം. അപ്പൊ പറയാണ്, ഹേ രാജാവേ, മുക്തിം ഭജേത മതിമാൻ നാന്യപന്ഥാസ്ത്യുത പര ആരാധിതാ മഹേശാനി നയാവൽ കുരുതേ കൃപ. അപ്പൊ ഇതിനപ്പുറം മറ്റൊരു മാർഗവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ആരാധിച്ചിട്ടും ഇനി ആ ഭഗവതി സന്തോഷിക്കുന്നില്ലെങ്കിലോ? അങ്ങനെ ഉണ്ടാവും അല്ലേ? നമ്മൾ കുറെ ആരാധിച്ചു, പക്ഷേ ദേവി സന്തോഷിക്കണില്ല, ആ കാരുണ്യം കാണിക്കണില്ല, കൃപ കാണിക്കുന്നില്ല എങ്കിൽ യാവത് കുരുതേ കൃപാം. അപ്പൊ എന്തു വേണം? താവിൽ ഭവേൽ സുഖം കസ്മാൽ കോന്യോസ്ഥിതയായുത. വേറെ ആരെ ഭജിച്ചാലാണ് ഈ സുഖം ലഭിക്കുക? കാരണം ദയുള്ള വേറെ ആരാ ഉള്ളത് എന്നാണ്. ദയാസ്വരൂപിണിയാണ്, കൃപാസ്വരൂപിണിയാണ്, കാരുണ്യശാലിനിയാണ് ഭഗവതി. അപ്പൊ അതുകൊണ്ട് ആദ്യം ആ ദേവി വേണ്ട പോലെ കൃപ കാണിക്കുന്നില്ല എന്ന് തോന്നിയാലും ദേവിയെ തന്നെ ആരാധിക്കണം, മറ്റൊരാളില്ല ഇതേപോലെ. അതുകൊണ്ട് നിഷ്കളങ്കമായി ആ കാരുണ്യവാരിധിയായിരിക്കുന്ന, കരുണാസമുദ്രമായിരിക്കുന്ന ഭഗവതിയെ ആരാധിക്കണം, ഭജിക്കണം. യസ്യാസ്തു ഭജനേനൈവ ജീവൻ മുക്തത്വമശ്നുതേ. ഈ ഭജനം കൊണ്ട് എന്തുണ്ടാവുന്ന പറയണത്? ഈ ഭജനം, ദേവിയെ ഭജിക്കുന്നത് കാരണം ജീവൻ മുക്താവസ്ഥ പ്രാപിക്കും. ദുർലഭമായ മനുഷ്യജന്മം ലഭിച്ചിട്ട് മഹേശ്വരിയെ സേവിക്കുന്നില്ലെങ്കിൽ, മാനുഷ്യം ദുർലഭം പ്രാപ്യ സേവിതാന മഹേശ്വരി, എന്തുണ്ടാവും? നിശ്രേണീകാഗ്രാത് പതിതാ അഥ ഇത്യവ വിദ്മഹേ. കോണിയുടെ മുകളിൽ നിന്ന് വീണവൻ എന്നതുപോലെ തന്നെയാവും. അങ്ങനെ പറയുകയാണ്. അപ്പോ അഹങ്കാരപൂരിതമായിരിക്കുന്ന ഈ ജഗത്ത് ഗുണത്രയത്തോടു കൂടിയതാണ്. അസത്യേനാഭിസംബന്ധം, അസത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മുച്യതേ കഥമന്യഥ. അപ്പൊ അത് മറ്റൊരു വിധത്തിൽ എങ്ങനെ മോചിപ്പിക്കപ്പെടും? അതുകൊണ്ട് എന്തു വേണം? ഹിത്വാ സർവം തതഃസർവൈ
സംസേവ്യ ഭുവനേശ്വരി. അതുകൊണ്ട് എല്ലാവരും മറ്റെല്ലാം ഉപേക്ഷിച്ച് ഭുവനേശ്വരിയെ തന്നെ സേവിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. രാജാവ് ചോദിക്കണു ജനമേജയൻ, കിം കൃതം ഗുരുണാ തത്ര കാവ്യരൂപധരേണ ച കഥാ ശുക്രസമായാതസ്തന്മേ ബ്രൂഹി പിതാമഹ. കാവ്യന്റെ രൂപം എടുത്ത ആ ഗുരു വ്യാഴാചാര്യൻ പിന്നെ എന്തു ചെയ്തു? ഹേ പിതാമഹ, ശുക്രാചാര്യൻ പിന്നെ എപ്പോഴാണ് ദൈത്യന്മാരുടെ അടുത്തേക്ക് ചെന്നത്? ഇതൊക്കെ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദവ്യാസം പറയാൻ തുടങ്ങി. ശൃണുരാജൻ പ്രവക്ഷ്യാമി യൽകൃതം ഗുരുണാ തദാ കൃത്വാ കാവ്യസ്വരൂപം ച പ്രച്ഛന്നേന മഹാത്മനാം. രാജാവേ, പറയാം, കേട്ടോളൂ. ഗുരു പിന്നെ എന്താണ് ചെയ്തത് എന്ന്. കാവ്യന്റെ പ്രച്ഛന്ന രൂപം സ്വീകരിച്ചിട്ട് മഹാത്മാവായ ഗുരു, കാവ്യൻ അവിടെ ശുക്രാചാര്യാണ്, ശുക്രാചാര്യരുടെ വേഷം കെട്ടി ബൃഹസ്പതിയാകുന്ന ദേവ ഗുരു. എന്നിട്ടോ അവിടെ ആ മഹാത്മാവായ ഗുരു ദൈത്യന്മാരെ ഉദ്ബോധിപ്പിച്ചപ്പോ ബോധിതാ ദൈത്യ മത്വാ കാവ്യം സ്വകം ഗുരും. അപ്പൊ ഇവർക്ക് തോന്നി ഇത് ഞങ്ങളുടെ ഗുരുനാഥൻ തന്നെയാണ്, ശുക്രാചാര്യാണ് എന്ന ഉറച്ച വിശ്വാസം വന്നു. എന്നിട്ട് പറയാണ്, വിദ്യാർത്ഥം ശരണം പ്രാപ്ത ഭൃഗും മത്വാതിമോഹിത ഗുരുണാ വിപ്രലബ്ധാസ്തേ ലോഭാൽ കോവാ നമുഹ്യതി. ഇപ്പൊ ഭൃഗുവാണ് അല്ലെങ്കിൽ ആ ശുക്രാചാര്യനാണ് എന്ന് വിചാരിച്ചിട്ട് അത്യാർത്തിയോടുകൂടി വിദ്യാർത്ഥം ശരണം പ്രാപ്ത മത്വ അതിമോഹിത, വളരെ മോഹത്തോടുകൂടി മന്ത്രവിദ്യയ്ക്ക് വേണ്ടി ഗുരുവിന്റെ ശരണം പ്രാപിച്ചു. ഗുരുണാ വിപ്രലബ്ധാസ്തേ ലോഭാൽ കോവാ നമുഹ്യതി. എന്നാൽ ഗുരു അവിടെ വഞ്ചിക്കുകയായിരുന്നു. ലോഭം കൊണ്ട് ആരാണ് ഭ്രമിച്ചു പോകാത്തത്? എല്ലാവരും ഭ്രമിക്കും. ഇപ്പൊ ഭഗവാന്റെ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാന്റെ നാമം കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് പറയുന്ന 46-ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.